എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് റോളപ്സ് ആണ്. ഫ്രൂട്ട് ലെതർ എന്ന് പറയും, ഫ്രൂട്ട് ഷീറ്റ്, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, പുളിയും മധുരവും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ ഫ്രൂട്ട് റോളപ്സ്. നമ്മുടെ മാമ്പഴത്തര ചക്കത്തരയൊക്കെ കഴിക്കുന്ന പോലെ തോന്നും. പിന്നീട് ഇത് ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ ഫ്രൂട്ട് റോളപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓവൻ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിടണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാമ്പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. മാമ്പഴം 300 ഗ്രാമിൻ്റെ ഒരു മാമ്പഴമാണ്. അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മാമ്പഴത്തിൽ ചെറിയ പുളി ഉള്ളതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ ഇത് മിക്സിലിട്ട് അടിച്ചെടുക്കണം. നല്ലപോലെ മധുരമുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കരുത്. ഒമ്പത് ഇൻറ്റു 12 ഇഞ്ച് അളവിലുള്ള ബേക്കിംഗ് ട്രേ ആണ്. ആ ബേക്കിംഗ് ട്രേയുടെ ഉള്ളിൽ ഞാനൊരു ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സിലിക്കോണിൻ്റെ ബേക്കിംഗ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്താലും മതി. 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെയോ പകുതിയോ കനത്തിലോ ആണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ നടുഭാഗത്ത് കുറച്ച് കനം കുറച്ചിട്ടും സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് കനം കൂട്ടിയുമാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ സൈഡ് ഭാഗമായിരിക്കും പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവണം. അപ്പോൾ ഒത്തിരി തിന്നായിട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നടുഭാഗം ഒട്ടും ബേക്ക് ആവാണ്ട് വരും. അപ്പോൾ അത് ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കുന്ന പോലെ നടുഭാഗത്തു നിന്ന് കുറച്ച് കട്ടി കുറയ്ക്കാനായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ അത് മാറ്റി മാറ്റി കൊണ്ടുവരണം. 170 ഡിഗ്രിയിൽ ഒരു 3 മണിക്കൂർ ഓവനിൽ വയ്ക്കണം. അപ്പോഴാണ് ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇത് ഓവനിലേക്ക് വയ്ക്കാം. പിന്നെ ഞാൻ 2.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്ത് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കട്ട് ചെയ്ത് നോക്കട്ടെ ഞാനിത്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു 2 ഇഞ്ച് വീതിയിലും ഇങ്ങനെ നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു 10 മിനിറ്റും കൂടി ഓവനിലേക്ക് വെച്ചു. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നിട്ടത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സൈഡിലുള്ള ബേക്കിംഗ് പേപ്പർ എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടിരിക്കുന്ന ഭാഗം എവിടെയെങ്കിലും ഉണ്ട്, കുറച്ചും ഡാർക്കും ഹാർഡായിട്ടിരിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം സൈഡിൽ നിന്ന്. ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മളിത് ഓവനിൽ വയ്ക്കണം. നല്ലതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്യണം. പേപ്പറിൽ നിന്ന് നമുക്കത് വിട്ട് കിട്ടും. ഇതാണ് കറക്റ്റായിട്ട് വരേണ്ടത്, ഇതേപോലെ വരണം. അപ്പോൾ എപ്പോഴും 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ഓവൻ തുറന്ന് നോക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആയെങ്കിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള പീസും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം. സ്ട്രോബെറി 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറി ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസണാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറിയിലും ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി സ്ട്രോബെറിയും ഇതേപോലെ തന്നെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം മാമ്പഴം ചെയ്ത പോലെ തന്നെ ട്രേയിലേക്ക് പരത്തി വയ്ക്കണം.
മിക്സഡ് ഫ്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് മാമ്പഴം അതേപോലെ തന്നെ പപ്പായ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏത് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഈ റോളപ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓവനിൽ വെച്ചിട്ട് 3 മണിക്കൂർ വയ്ക്കാം. ഇത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതും സെയിം രീതിയിൽ തന്നെ മാമ്പഴം നമ്മൾ റോൾ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കണം. അടുത്ത് ഞാൻ ഗ്രീൻ ആപ്പിളാണ് എടുക്കുന്നത്. ഗ്രീൻ ആപ്പിൾ 2 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ മറ്റ് നമ്മൾ ചുമന്ന ആപ്പിളാണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ആപ്പിളും ഒരു റെഡ് ആപ്പിളും ആയിട്ട് അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ പൊതുവേ കുറച്ച് പുളി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളിൽ. ആപ്പിൾ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒരു ഫ്രൂട്ട്സിലും വെള്ളം ചേർക്കാൻ പാടില്ല, ഒട്ടും വെള്ളം ചേർക്കരുത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ. ഇനി ആപ്പിൾ ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതിലറിയാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പീസസ് എടുത്ത് മാറ്റണം. അപ്പോൾ ആപ്പിളും 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി അതും കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. കത്തി വെച്ചും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ആപ്പിൾ മിക്സിലിട്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് ആപ്പിളും പഞ്ചസാരയും കൂടെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ. അതിനുശേഷം മിക്സിലിട്ട് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ബേക്ക് ചെയ്ത് എടുത്താലും മതി. ഫ്രോസൺ ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രീസറിൽ നിന്ന് എടുത്ത് നല്ലതുപോലെ തണുപ്പ് മാറിയ ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രോസൺ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കളറായിട്ടുള്ള റോളപ്സ് കിട്ടും. ഇത് മാമ്പഴത്തിൻ്റെ റോളപ്സാണ്. ഇത് സ്ട്രോബെറി, ആപ്പിൾ. അങ്ങനെ 3 ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നല്ല ടേസ്റ്റാണ്, പുളിയും മധുരവും ഒക്കെയുള്ള ഒരു റോളപ്സാണിത്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് ഒന്ന് മട്ടിപ്പായിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.